നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അഥവാ ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD. പൊതുവെ BPD ഉള്ള ആളുകൾ എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ഉള്ള ആളുകളായിരിക്കും. പലപ്പോഴും ഇവർക്ക് ഇവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ സ്റ്റേബിൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത് അവരുടെ ഫാമിലി ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും ഫ്രണ്ട്ഷിപ്പിനെയും ഒക്കെ വളരെയധികം ബാധിക്കാറുണ്ട്. പൊതുവിൽ ഇവർ സ്റ്റേബിളായിട്ട് പലപ്പോഴും ഡിസിഷൻ എടുക്കാറില്ല. അതെപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻറ്റൻസ് ഫിയർ ഓഫ് നെഗ്ലക്ട് ഓഫ് റിജക്ഷൻ ഇത്തരം ആളുകളിൽ പൊതുവെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും റിലേഷൻഷിപ്പിൽ പർപ്പസ്ഫുള്ളി അവർ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പിന്നെ ഇത്തരം ആളുകൾക്ക് പലപ്പോഴും ഒരു എംപ്റ്റിനെസ്, എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുപോലെയുള്ള ഫീലിങ്സ് ഒക്കെ അവർക്ക് തോന്നാറുണ്ട്. പൊതുവെ ഇത്തരം ആളുകൾ പലപ്പോഴും ഡേഞ്ചറസ് ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്നത് പോലെ കണ്ടിട്ടുണ്ട്. അവർ ചില BPD ഉള്ള ആളുകൾ പലപ്പോഴും അവർ റാഷ് ഡ്രൈവിംഗ് ചെയ്യുക, അതേപോലെ തന്നെ ഹെവി ആയിട്ട് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുക, അൺസേഫ് സെക്ഷൽ പ്രാക്ടീസിൽ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ BPD ഉള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ പൊതുവിൽ ഇതിനുള്ള കോസസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റഡീസ് പറയുന്ന ഏകദേശം 70% ഓഫ് BPD ഉള്ള ആളുകൾ അവരുടെ ചൈൽഡ്ഹുഡിൽ അവർ സെക്ഷൽ ഓർ ഫിസിക്കൽ ഓർ ഇമോഷണൽ അബ്യൂസ് നേരിട്ട ആളുകളാണ്. അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സിൽ ആർക്കെങ്കിലും BPD ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ തന്നെ ബ്രെയിനിലുണ്ടാകുന്ന ചേഞ്ചസും ഈ BPDക്ക് ഒരു പരിധിവരെ കാരണമാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സൈക്കോ തെറാപ്പിയിലൂടെ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. വളരെ ടോക്ക് തെറാപ്പി വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ CBT, DBT പോലുള്ള സൈക്കോ തെറാപ്പികൾ ഇതിന് വളരെ എഫക്റ്റീവായ ട്രീറ്റ്മെൻ്റ് ആണ്. സോ ഇത്തരം ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് വളരെയധികം ഈ BPD നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രോഗ്നോസിസ് ലെവൽ എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കിത് മാനേജ് ചെയ്യാം. അതേപോലെ തന്നെ ചില ആളുകളിൽ 40 വയസ്സിന് ശേഷം പല സിംറ്റംസും ഡിസപ്പിയർ ആയതുപോലെ കണ്ടിട്ടുണ്ട്. പൊതുവിൽ ഇത്തരം ആളുകളെ BPD ഉള്ള ആളുകളെ നമുക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നും ചോദിച്ചാൽ അവർക്ക് പൊതുവിൽ അവർ ഈ ഒരു കാലഘട്ടത്തിൽ അവർ ഫേസ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടായ ഒരു ഇമോഷൻസിലൂടെ ആയിരിക്കും അവർ കടന്നു പോവുക. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് കൂടുതൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, അതേപോലെ തന്നെ മോറൽ സപ്പോർട്ട് കൊടുക്കുക, അവരെ കൂടുതൽ എൻകറേജ് ചെയ്യുക. എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ടും എടുക്കാൻ വേണ്ടിയിട്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരം ആളുകളെ നമ്മൾ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുക, അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകൾ കൊടുക്കുക, അവരുടെ പേഷ്യൻസോടുകൂടി അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ ശ്രമിക്കണം. പൊതുവെ എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഡെവലപ്പ് ആകുന്നത് നമ്മുടെ 18 വയസ്സ് വരെയുള്ള കാലയളവിലാണ്. അതുകൊണ്ട് തന്നെ പാരന്റിങ്ങിന് വളരെയധികം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ സാഹചര്യം, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സ്കൂൾ ലൈഫ് എല്ലാം നമ്മുടെ പേഴ്സണാലിറ്റി ഇവോൾവ് ചെയ്യാൻ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ പാരന്റിങ്ങിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നല്ല പാരന്റിങ്ങിലൂടെയും നമുക്ക് ഇതിന് ഈ BPDക്ക് വേറെ പ്രിവെൻഷൻ മെത്തേഡ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പാരന്റിങ്ങിലൂടെ അവർക്ക് നല്ല ഒരു പേഴ്സണാലിറ്റി ഇവോൾവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും.